കൂട്ടുകാരെ, എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ കയറി കളിച്ചിരുന്നാലും എന്നെ എൻ്റെ കുഞ്ഞിനെയും താഴെയിടാൻ അവരെല്ലാവരും തന്നെ, പുതിയതായിട്ട് വന്നവരും പഴയവരും എല്ലാവരും തന്നെ കാലിടറി വീഴാൻ സമയമായി. അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നാളെ നിൻ്റെയൊക്കെ മക്കൾക്ക് ഈ ഗതി വരുമ്പോൾ ഞാൻ പറയാം അതിൻ്റെ ഉത്തരം. അത്രയേ ഉള്ളൂ. ആര് ഒളിച്ച് കളിക്കുന്നോ, ആരിതിനകത്ത് കളിക്കുന്നു എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. എനിക്കതിനുള്ള കഴിവുമുണ്ട്. നീയൊക്കെ എത്ര ഞാൻ യൂട്യൂബ് ഇനിയും ചെയ്യോടാ? വല്ലതും പറയാനുണ്ടോ? നീയൊക്കെ ആദ്യം നിൻ്റെയൊക്കെ മക്കളെ കാര്യം നോക്ക്. എന്നിട്ട് മാത്രം എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നാൽ മതി. നിൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ പാവമായിപ്പോയതാണ് ഈ കുഴപ്പം. നിൻ്റെയൊക്കെ മക്കൾ നാളെ കാലിടറി വീഴും. അതുപോലെ തന്നെ അവൾ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് പറയുന്നവരും, ഇതെല്ലാം എൻ്റെ കുഞ്ഞിനെയാണ് ബാധിക്കുന്നത്. അവന് പറയാൻ അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അവൻ എന്നോട് പറയേണ്ട രീതിയിൽ നാളെ നിൻ്റെയൊക്കെ ഇതിനകത്ത് ഒളിഞ്ഞു നിൽക്കുന്ന എന്നെ കെട്ടിയ ഒരു സാഡിസ്റ്റ് എന്നല്ല, അവന് മറ്റൊരു പേര്, അവൻ്റെ കുടുംബവും ഇതിനകത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അനുഭവിക്കാതെ എവിടെയും പോകത്തില്ല. അവൻ എൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ കൊലപാതകത്തിൻ്റെ ഉത്തരം പറയണോ? എൻ്റെ വീട്ടുകാർ അതിന് ചേർന്ന് നിന്നു, അവൻ്റെ വീട്ടുകാരുടെ കൂടെ. അറിയാവോ? എൻ്റെ വീട്ടിലുള്ളവർക്ക് അറിയാം, ചിലവർക്ക് അറിയാം ഇതിൻ്റെ സത്യാവസ്ഥ. എല്ലാവരും മിണ്ടാതിരുന്നാൽ മതി. അവനവൻ്റെ കാര്യത്തിന് മാത്രം വാല് പൊക്കിയാൽ മതി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ.